ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ? ഞാൻ ഇന്നും ഒരു ചെറിയ വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈയിടെയായിട്ട് ഞാൻ കുറച്ച് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് മടുത്തും അതിലൊന്നും കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇതുപോലെ സംസാരിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും നമ്മളുടെ ഹോബീസും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ച് നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ എന്നൊക്കെ അപ്ലോഡ് ചെയ്യാം. നമ്മളെ സന്തോഷം കണ്ടെത്തുകയാണ് ഏത് രീതിയിൽ, പല രീതിയിൽ. ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് അത്യാവശ്യം വർഷമായി, പക്ഷെ മെച്ചൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോ നിങ്ങളുടെ വീട്ടിലെ ബീഫൊക്കെ കഴിഞ്ഞോ? ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലും ഫ്രിഡ്ജിലൊക്കെ നിറച്ച് ബീഫായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ബീഫ് ഇന്നാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. എന്തായാലും ഇത് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ജിഞ്ചർ മാത്രം മതിയെങ്കിൽ ജിഞ്ചർ ഒഴിക്കുക, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തതാണ് കേട്ടോ മേടിക്കാറുള്ളത്. ഇപ്രാവശ്യം സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചു. അപ്പൊ എന്തായാലും ഇന്ന് കുക്കറിലാണ് കേട്ടോ ബീഫ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം ബീഫ് വേവിച്ച് പിന്നെ സെപ്പറേറ്റ് സവാള വാട്ടിയതിലേക്ക് വേറെ പാത്രത്തിലേക്ക് ഇട്ട് തിളപ്പിച്ച് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പെട്ടെന്ന് രാവിലെ ആസിഫ് സ്കൂളിൽ പോകണേറ്റ് മുന്നേ ബീഫ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം കുക്കറിൽ സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇന്ന് ഈ ബീഫിന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ബൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാനവിടെ ഒരു സൈഡില് ബൂരിയുടെ മാവ്, അതായത് ആട്ടപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ബൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റവ ഉണ്ടെങ്കിൽ റവ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ റവ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ബീഫ് ഒന്ന് സെറ്റാക്കി വിസിലടിക്കാനിട്ടാൽ നമുക്ക് ബൂരി ഉണ്ടാക്കാൻ നിൽക്കാം. അത് ഒരേ ടൈമിൽ തന്നെ ചെയ്യണമല്ലോ, പരത്തലിടലും. അപ്പൊ അതുകൊണ്ട് അതൊരുമിച്ച് ചെയ്യാന്ന് ചോദിച്ചപ്പോ ആദ്യം ബീഫ് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അത് നമുക്ക് സെറ്റാക്കാം. ആസിഫ് അവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് തന്നെ ആക്കണം. ബീഫ് ആയാലാണ് നമുക്ക് ബോരിമക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ആസിഫ് അവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് വേഗം ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ബീഫ് വേവിക്കാൻ വെച്ചതിന് ശേഷം വേണം നമുക്ക് ബോരി റെഡിയാക്കാന്. അങ്ങനെ ബീഫ് അവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ മാവ് കുഴച്ച് വെച്ചതാണ് കേട്ടോ. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. വേഗം ബൂരി ചുട്ടെടുക്കാം. അപ്പൊ നമ്മളുടെ ബൂരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് റവ ഒക്കെ ഇടാൻ കുറച്ചുകൂടി ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ബൂരി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ബൂരിയും ബീഫും കൂടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതിന് തന്നെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ റെഡിയായി റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ആസിഫ് ക്ലാസ്സിൽ പോയിട്ട് വേണം കേട്ടോ എനിക്ക് ഇന്ന് ഷോപ്പിലേക്ക് പോവാൻ. അപ്പൊ ഞാനിതാ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ ഇന്ന് ഷോപ്പിലുണ്ട്. അപ്പൊ ഒരുപാട് വീഡിയോസ് ഒന്നും അവിടുത്തെ എടുത്തിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പൊ കുറച്ച് ക്ലിപ്പ് മാത്രമാണ് കേട്ടോ. പിന്നെ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി തിരിച്ചു വന്നപ്പോ കസിന്റെ അവിടുന്ന് ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്കാണ്. രാവിലത്തെ ബീഫിനൊപ്പം കഴിക്കാൻ വൈകിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ ഡിന്നർ. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.